വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൾറെഡി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചൊരു 5-10 മിനിറ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് നല്ലതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീൻസ് പയർ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ഇത് നമ്മൾ എടുക്കാൻ ആവശ്യത്തിലുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നു. കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഒരു ചെറിയ തക്കോലവും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്പൈസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു ഇഞ്ചി ചതച്ചതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ നമ്മൾ അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്ക്കകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുക്കാവേ. നമ്മുടെ ബീൻസൊക്കെ ഒന്ന് വേകണമല്ലോ. നമ്മൾ ഈ സമയം കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇനി ഏകദേശം നമ്മളതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ടൊമാറ്റോ സോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് ഒരു കഷ്ണം ടൊമാറ്റോ പ്യൂരിയാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വാടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് വൈകുന്നേരം വരെ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓൾറെഡി അരി നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അരിയാണ്. നമുക്ക് ഇഷ്ടം ഇതിങ്ങനെ ഓൾറെഡി സെറ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് തക്കാളിച്ചോറ് ഉണ്ടാക്കാനോ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാനോ 5 മിനിറ്റ് മാത്രമേ നമുക്ക് ആവത്തുള്ളൂ. ജസ്റ്റ് ഈ വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞ് സോട്ട് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ കുക്ക് ചെയ്ത് എടുത്ത് വെച്ചിരുന്ന അരിയാണ്. അപ്പം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റാണ് ക്യാപ്സിക്കം ആഡ് ചെയ്തത്. ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്യാപ്സിക്കം കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ല. ലാസ്റ്റ് അതിന് ഒത്തിരി വെന്ത് പോയാലും അതിൻ്റെ ആ ടേസ്റ്റ് പോവും. നമ്മൾ ലാസ്റ്റായിട്ട് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചോറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നന്നായിട്ട് കയറി വരട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുന്നിട്ടുള്ള നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് 5-10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ റൈസ് നമുക്ക് വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാൻ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.